ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അതിമനോഹരമായ ഒരു സിനിമ തയ്യാറായി കഴിഞ്ഞു. ഇനി യഥേഷ്ടം തിയേറ്ററിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാവുന്നതാണ്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങളുടെ സ്വന്തം ഷാജു പനമുറി. എന്താ ഷാജു പനമുറി അല്ലേ? ഞാനൊരു സിനിമ ചെയ്യാൻ പോവാ, എന്നെ ഒന്ന് സഹായിക്കോ? പേടിപ്പിച്ച് കളഞ്ഞല്ല. സഹായിക്കോ? ഇത്ര വെളുപ്പിനോ? ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. എന്ന് ഷൂട്ടിംഗ് തുടങ്ങണം അത് പറ. മനുഷ്യന്റെ ഉറക്കങ്ങളെ നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് ചെയ്താലോ? ഇവിടെയാ? നിങ്ങൾ വെളുപ്പിനെ വന്ന് മനുഷ്യനെ വിളിച്ചെണീപ്പിച്ചു. ഒരു 10 മണിയൊക്കെ ആയിട്ട് വന്നാൽ മതിയായിരുന്നു. ചേട്ടാ കാര്യം പറ. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുള്ളൂ. 3-4 ലക്ഷം ഉറുപ്പിക കൊണ്ട് എങ്ങനെ സിനിമ പിടിക്കാന്നാ? അത് ബോംബെ അതോലോ ഒക്കെ ഷൂട്ടിങ് ചെയ്യണം. അത് നമുക്ക് സെറ്റ് ഇടാലോ. അതിനൊക്കെ എത്ര കാശാവും കരുതിട്ടാ? എന്നാ നമുക്ക് അതോലോകം വേണ്ട. ഒന്നാമത് നിങ്ങളുടെ കഥ ശരിയല്ല. ആദ്യം ഈ കഥ മാറ്റണം. പിന്നെ നിങ്ങൾ നായകനായ ആര് വന്ന് സിനിമ ആണെന്നായി പറയണേ? കാശ് ഒരുപാട് കയ്യിലുണ്ടെങ്കിലേ നല്ല ആരെങ്കിലും വെച്ച് പടം ചെയ്യുന്നു. ഓഹോ, കഥയിലൊരു മാറ്റമില്ല, നായകൻ ഞാൻ തന്നെയാ. എങ്കിൽ പിന്നെ നമുക്ക് പിരിയാം. ഉറപ്പല്ലേ? ആ ഉറപ്പാ. അപ്പൊ രാത്രി വന്ന വണ്ടിക്കാശ് പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഈ പുസ്തകം എഴുതി വിടുന്നത് പുതിയ ആൾക്കാരെ കൊണ്ട് സിനിമ എടുപ്പിക്കാനല്ല, അത് മുടക്കാനാ. എന്റെ പൊന്നു മാഷേ, സത്യത്തിൽ എനിക്ക് നിങ്ങളെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പുസ്തകം എഴുതിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ വലിയൊരാളാവും നമ്മളെ സഹായിക്കുന്നൊക്കെ. കുഴപ്പമില്ല, നമ്മുടെ കൂടെ നിൽക്കാൻ നല്ല പിള്ളേരുണ്ട് ഭായി. അപ്പൊ ശരി, പോയി പുസ്തകം എഴുതിക്കോ. അതെ, ഇതൊന്നും ശരിയല്ല, ഒരുപാട് സങ്കടമുണ്ട്.